ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് പുറപ്പെടാതെ എന്ത് ചെയ്തു? തന്റെ ഒരു കുടുംബ സുഹൃത്ത്, ബഹുമാനപ്പെട്ടവരുടെ സുഹൃത്തുണ്ട് ഇമാം, അവരുടെ പേര് തന്നെ മുസ്ലിം എന്ന കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞ, സുഹൃത്തെ, ഈ കാണുന്ന എഴുത്തുകളൊക്കെ കൂഫക്കാർ എന്നെ ക്ഷണിച്ചുകൊണ്ട് എഴുതിയതാണ്. അത് പ്രകാരം കൂഫയിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അതിന്റെ മുഖദ്ദിമയായി നിങ്ങളെ ഞാൻ അങ്ങോട്ട് അയക്കാൻ തീരുമാനിക്കുക. നിങ്ങൾ കൂഫയിൽ പോകണം. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ സ്വഭാവം ഏത് രൂപത്തിലാണെന്ന് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ മനസ്സിലാകും. ഈ കത്തുകളൊക്കെ അവരെഴുതിയത് എന്നെ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടാണോ, അതല്ല ഈ എഴുത്തുകളൊക്കെ അവരുടെ സ്വഭാവം മറ്റൊന്നാണ്, വ്യാജ എഴുത്തുകളാണോ എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ മനസ്സിലാകും. അപ്പം എന്നെ കാത്തിരിക്കുകയാണെങ്കിൽ, ആത്മാർത്ഥതയോട് കൂടിയാണെങ്കിൽ ഈ എഴുത്ത് എഴുതിയത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സന്ദേശം എനിക്ക് അറിയിക്കാം. ഞാൻ ആ സന്ദേശം കിട്ടുമ്പോൾ അങ്ങോട്ട് പുറപ്പെടാം. മനസ്സിലായല്ലോ? അതുകൊണ്ട് നിങ്ങൾ പോകണം. അപ്പൊ മുസ്ലിം റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഇമാമേ, ഞാൻ പോയിക്കോളാം, അങ്ങ് കൽപ്പിക്കുന്നത് ഞാൻ ചെയ്യും. പക്ഷെ ഒരു ചെറിയൊരു സമ്മതം അങ്ങ് എനിക്ക് നൽകണം. എനിക്ക് 2 കുട്ടികളുണ്ട്. നിങ്ങൾ കണ്ടോ, 2 പറക്കമുറ്റാത്ത കുട്ടികൾ തന്നെ പറയാം. എപ്പോഴും ഈ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ മടിയിലിരിക്കണം, എപ്പോഴും ബാപ്പയെ കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ അവർ എന്നെ ആഗ്രഹിക്കുന്ന, സ്നേഹിക്കുന്നവരാ. അങ്ങനത്തെ ഈ 2 കുട്ടികളെയും ഞാൻ ഈ യാത്രയിൽ കൊണ്ടുപോയാൽ സമ്മതിച്ചുകൂടെ? ഇമാമ് സമ്മതിക്കില്ലേ? അതൊക്കെ പ്രയാസങ്ങളല്ലേ? ഒരു പ്രയാസവും ഇല്ല, ഞാൻ അവരെ കൊണ്ടുപോയിക്കോളും. ഇമാം അതുകൂടി സമ്മതം തരണം. അങ്ങനെ ഈ 2 കുട്ടികളെയും കൊണ്ടുപോകാൻ സമ്മതം നൽകി. ഈ 2 കുട്ടികളെയും കൂട്ടി, അതൊക്കെ വലിയ സംഭവങ്ങളാണ്, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ മുന്നോട്ട് നീങ്ങാണ്, കൂഫയിലേക്ക് പോവുക. അങ്ങനെ ദൂരങ്ങൾ യാത്ര ചെയ്ത് ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹു തങ്ങളതാ കൂഫ എന്ന് പറയുന്ന നാട്ടിലേക്ക് അങ്ങോട്ട് കാലെടുത്ത് വെച്ചപ്പോഴേക്കും പല ഭാഗത്തു നിന്നും ഒളിക്കണ്ണുകൾ ഇട്ടിങ്ങനെ കാത്തിരിക്കുകയാണോ കൂഫക്കാര്. ലാസ്റ്റ് എഴുതിയ എഴുത്ത് കണ്ടാൽ തീർച്ചയായിട്ടും ഇമാം വരാതിരിക്കില്ല എന്നൊക്കെ കണക്ക് കൂട്ടിങ്ങനെ നിൽക്കുക. അപ്പോഴാണ് അതാ 2 കുട്ടികളെ കയ്യും പിടിച്ച് ഒരാൾ ഇങ്ങനെ വരുന്നു. ഹുസൈൻ തങ്ങളെ ഒന്നും നാട്ടുകാരെ കണ്ടു വലിയ ശീലമൊന്നുമില്ല, കേട്ടറിവുകളായിരിക്കും അതൊക്കെ. അപ്പൊ ഈ 2 കുട്ടികളെ കയ്യും പിടിച്ച് ഇങ്ങോട്ട് വരുന്നത് ഹുസൈൻ തങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് ഓടി അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. പടച്ച തമ്പുരാനെ, 2 കുട്ടികളെ എടുക്കാൻ വേണ്ടി ഓരോരുത്തർ മത്സരിക്കുക. ഞാനാണ് ഇവനെ എടുക്കുന്നത്, ഞാനാണ് എടുക്കുന്നത്. ആ മാമിയ ഓരോരുത്തർ മുന്നോട്ട്, ഞാൻ മുസ്ലിം തങ്ങളാണെങ്കിൽ ഒരു ഭാഗത്ത് സ്വീകരണോ. ചില ആൾക്കാർ പറഞ്ഞു, ഇമാമേ, എത്ര എഴുത്തുകൾ ഞങ്ങൾ എഴുതി, എന്നിട്ട് നിങ്ങൾ ഒരു കത്തിന് പോലും മറുപടി തരാതെ ഇപ്പോഴെങ്കിലും വന്നല്ലോ, സന്തോഷം, അൽഹംദുലില്ലാഹ്. അപ്പം ബഹുമാനപ്പെട്ടവർ പറഞ്ഞ്, ഞാൻ ഹുസൈൻ അല്ല, നിങ്ങൾ എന്നെയാ ഹുസൈൻ. ഈറ്റിങ്ങൾ വിടുന്നില്ല, ബാക്കി പറയാൻ സമ്മതിക്കണ്ടേ? 2 കുട്ടികളെ പിടിയും വലിയും കൂടുന്നുണ്ട്, നാട്ടുകാരെ എടുത്ത് ചുമലിൽ വെക്കാനും. അപ്പൊ ഈ കുട്ടികൾ ചിന്തിക്കുന്നു, പഠിച്ച തമ്പുരാനെ, ഏത് നാട്ടിലേക്കാണ് ഉപ്പ ഈ കൊണ്ടുവന്നത്? എന്താ അവിടുത്തെ കോലം? ഈറ്റികളും ബേജാറാകുക. ഒന്നിനെ അങ്ങോട്ട് വരയ്ക്കും, അങ്ങോട്ടാ വലി. 2-3 സ്ഥലത്ത് നടുക്ക് മക്കൾ 2 സ്ഥലത്തും തുല്യ വലി വരച്ചാൽ പിന്നെ അനങ്ങാൻ പറ്റുമോ? പണ്ട് അബൂജഹൽ ഉണ്ടായിരുന്നു പോലും. ഒരു യുദ്ധത്തിന് പോയപ്പോൾ ആകെ ബേജാറായി. ബദർ യുദ്ധം തന്നെ തോന്നുന്നുണ്ട്. ബേജാറായപ്പോ ഇപ്പം പറയാ, എല്ലാവരും ഇങ്ങോട്ട് വരും, എല്ലാവരും വരും. എന്നിട്ടൊരു തോലി, ഒട്ടകത്തിന്റെ തോലി ഇങ്ങോട്ട് വിരിച്ച്, പേടിയുള്ളവരൊക്കെ കൊണ്ട് വരും. എല്ലാവരെയും പട്ടത്തിന് ഇങ്ങോട്ട് നിർത്തി, വലിക്ക്, എന്നെ പിടിച്ച് വലിക്ക്. അപ്പോ എല്ലാ സൈഡിൽ നിന്നും എല്ലാവരും വലിക്കുന്നത് തുല്യ വലിയ. ഇവിടുന്ന് ഒരു 100 കിലോഗ്രാം ബലി, അപ്പുറത്തൊക്കെ 100 കിലോഗ്രാം ബലി. ഇപ്പൊ നടുന്ന് അനങ്ങോ? ഞാൻ തന്നെ ലക്കൂ. അപ്പൊ ശക്തി കാണിച്ചു കൊടുക്ക, എന്നോടാ കളിയെന്ന്. അല്ല, കളി പിന്നെ കളിച്ച് ഒതറില്, അത് വേറെ കഥ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുട്ടികളെ സ്വീകരിക്കുന്ന രംഗോ, മുസ്ലിം തങ്ങളെ സ്വീകരിക്കുന്ന രംഗോ, കണ്ണുനീരൊഴുക്കുന്ന രംഗോ. അപ്പൊ മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ വിശ്വസിക്ക്, ഞാൻ ഹുസൈൻ തങ്ങളൊരു പ്രതിനിധിയാ. ഞാൻ ഏതായാലും നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താ, നിങ്ങൾ വിഷമിക്കണ്ട. ആവേശം കണ്ടപ്പോ വളരെ പെട്ടെന്ന് അവിടുന്ന് തന്നെ സന്ദേശം അറിയിക്കുക, ഇമാമേ, ഞാനും കുട്ടികളും ഇവിടെ എത്തി. ഇവർ നൽകിയ സ്വീകരണം എഴുത്തിലൂടെ അറിയിക്കുക പ്രയാസം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പുറപ്പെടുക. നിങ്ങളെ കാണാൻ ആർത്തിയോടെ കാത്തിരിക്കുകയാണ് കൂഫക്കാർ. കൊടുത്തയച്ച സന്ദേശം. മുസ്ലിം തങ്ങളോ, അല്ലാ, എന്താ തിരക്ക് പിടിച്ച സമയങ്ങളല്ലേ. ഈ പറയപ്പെട്ട കൂഫയിലുള്ള ഓരോരോ അള്ളി സ്ഥലങ്ങളിൽ സ്വീകരണ ഏർപ്പെടുത്തിയത്. എല്ലാ ജനങ്ങൾക്കും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പ്രയാസമുള്ളത് കൊണ്ട് കുറഞ്ഞ ആളുകളുള്ള സ്ഥലങ്ങൾ അവിടേക്ക് മഹാനെ കൊണ്ടുപോയി സ്റ്റേജ് മേൽ ഇങ്ങോട്ട് ഇരുത്തു. 2 സൈഡിൽ കുട്ടികൾ അവിടെ ഇരിക്കൂ. ഉടനെ മുസ്ലിം തങ്ങളുടെ പ്രസംഗമാണ്, വിഷമിക്കണ്ട കേട്ടോ, കുറച്ചൊക്കെ ബുദ്ധിമുട്ട് ദുനിയാവിലുണ്ടാകും. ഏതായാലും ഹുസൈൻ തങ്ങൾ അടുത്ത് ഇവിടെ വരൂ, നിങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കൂ. പിന്നെ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? അള്ളാഹ് നമ്മളോടൊപ്പം ഇല്ലേ, ഹസ്ബുൻ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോകും അങ്ങാട്ട്. അതേപോലെ തന്നെ നേരപ്പുറത്ത് കാന്തപുരം, അതിൻ്റെ നേരപ്പുറത്ത് കരേറ്റ, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എസ്റ്റേറ്റ് മുക്ക്. ഇങ്ങനെ ഇതൊക്കെ കൂഫയിൽപ്പെട്ട സ്ഥലമാണ്. അവിടെ
എവിടെയൊക്കെ മഹാൻ ഇങ്ങനെ സ്വീകരണങ്ങളാ ഒക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ വാർത്തയറിഞ്ഞ് കേന്ദ്രമേ കലിതുള്ളിടും യസീദുമേ എന്തെന്ത് മാർഗം തേടുമേ ഇബ്നു സിയാദയോർക്കുമേ. വാർത്തയറിഞ്ഞു കേന്ദ്രമേ കലിതുള്ളും യസീദുമേ എന്തെന്ന് മാർഗം തേടുമേ ഇബ്നു സിയാദയോർക്കുമേ. സന്ദേശമേകിയും ഇബ്നു സിയാദ് ഹാപ്പിയും ഊറ്റമ്മവൻ ഖറജയും ഒന്ന് ഞെളിയാനാശയും. വാർത്തയറിഞ്ഞു കേന്ദ്രമേ കലിതുള്ളിടും യസീദുമേ എന്തെന്ന്